ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50,000 താഴെ വോട്ടുകൾക്ക് തോറ്റ 48 മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക സമഗ്രമായി പുനഃപരിശോധിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത്. ഈ മണ്ഡലങ്ങളിലെ ഫലങ്ങൾ സംബന്ധിച്ച് പാർട്ടിക്ക് ചില സംശയങ്ങളുണ്ടെന്നും വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഈ നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വഴിയാണ് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായതെന്ന കോൺഗ്രസിന്റെ നിലപാടിൽ കൂടുതൽ ശക്തി നൽകുന്നതാണ് ഈ പുതിയ നീക്കം. രാഹുൽ ഗാന്ധി നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ വിശ്വാസം നൽകുന്നതാണ് ഈ നീക്കം. മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണങ്ങളും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നതായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഭീഷണിപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഒരു അന്വേഷണം നടന്നാൽ രാജിവെക്കേണ്ടി വരുന്നത് നരേന്ദ്രമോദി ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുൽ ഗാന്ധി രാജിവെക്കണമെന്നാണ് BJPയുടെ ആവശ്യം. എന്നാൽ BJPയുടെ ഈ ആവശ്യങ്ങളെ കോൺഗ്രസ് പുച്ഛിച്ച് തള്ളുകയായിരുന്നു. കേരളത്തിലും വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം ഇതിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.